നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ അക്ഷരാർത്ഥത്തിൽ ജർമ്മനി പൊളിച്ചടുക്കി. ജമാൽ മുസിയാല ഹാട്രിക് അസിസ്റ്റും ഗോളുമായിട്ട് മിന്നിക്കത്തി. ഫ്ലോറിയൻ വേർഡ്സ് ഗോളും അസിസ്റ്റും, അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ട് അവസാനിച്ചൊരു മത്സരമാണ് ജർമ്മൻ ആരാധകർക്ക് ഇന്നലത്തേത്. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് അവർ വിജയിക്കുമ്പോൾ ഫുൾക്രിഗും ജമാൽ മുസിയാലയും വേർഡ്സും പൗലോവിച്ചും കായ് ഹവേർട്സുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തില് ഫുൾക്രിഗിനെ മുന്നിൽ നിർത്തി, ഒപ്പം ജമാൽ മുസിയാല, ഹവേർട്സ്, വേർഡ്സ് എന്നിവരെയൊക്കെ മുന്നേറ്റത്തിൽ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സ്കോഡും കൊണ്ട് തന്നെ ജർമ്മനി ഇറങ്ങി. തുടക്കം മുതൽ ജർമ്മനിയുടെ ആധിപത്യമായിരുന്നു. അവരുടെ ആദ്യ ഗോൾ പിറക്കുന്ന 27ാമത്തെ മിനിറ്റിൽ ജമാൽ മുസിയാലയുടെ അസിസ്റ്റിൽ നിന്ന് ഫുൾക്രിഗാണ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജർമ്മനി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് പിന്നീട് ഗോൾ വർഷം തന്നെ നടന്നത്. 57ാമത്തെ മിനിറ്റിൽ വേർഡ്സിന്റെ അസിസ്റ്റിൽ നിന്ന് ജമാൽ മുസിയാലയുടെ ഗോൾ പിറക്കുന്നു. ജർമ്മനിയുടെ ഭാവിയാണ് ഈ 2 താരങ്ങൾ. പ്രസന്റും ഭാവിയുമാണ് ഇവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അധികം വൈകാതെ മുസിയാലയുടെ അസിസ്റ്റിൽ നിന്ന് വേർഡ്സിന്റെ ഗോളും പിറന്നു. പിന്നീട് മത്സരം പുരോഗമിക്കവേ 77ാമത്തെ മിനിറ്റിലാണ് പൗലോവിച്ചിന്റെ ഗോൾ പിറക്കുന്നത്. ജമാൽ മുസിയാലയുടെ അസിസ്റ്റാണ് ആ ഗോളിനും വഴിവെക്കുന്നത്. ഒടുവിൽ പെനാൽറ്റിയിലൂടെ 81ാമത്തെ മിനിറ്റിൽ കായ് ഹവേർട്സ് ഗോളടിച്ചതോടെ 5-0 തകർപ്പൻ വിജയമാണ് ജർമ്മനി സ്വന്തമാക്കിയത്. യുവേഫ നേഷൻസ് ലീഗില് ലീഗ് എയുടെ ഗ്രൂപ്പ് 3യിലാണ് ജർമ്മനി ഉള്ളത്. ഇപ്പം ആദ്യ കളി വിജയിച്ച് അവർ 3 പോയിന്റുമായിട്ട് നിൽക്കുന്നു. നെതർലൻഡ്സും ഇതേ ഗ്രൂപ്പിൽ തന്നെയാണ്. നെതർലൻഡ്സ് ഇന്നലെ അവരുടെ മത്സരം ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനക്കെതിരെ 5-2 വിജയിച്ചിട്ടുണ്ട്. അവർക്കും 3 പോയിന്റുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.